ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ ആൻഡ് സ്മാർട്ട് ഗ്രിഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് S7. ഇതൊരു കുറച്ചും കൂടെ ഒരു പുതിയ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണെന്ന് പറയാം. ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ എന്ന് പറയുന്നതും സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്നതും നമ്മളൊരു കൺവെൻഷണൽ പവർ സിസ്റ്റം അനാലിസിസോ അല്ലെങ്കിൽ മറ്റ് പവർ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സോ നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസാണ്, കൂടുതൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള, ഇപ്പം ഒരു ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കൺസെപ്റ്റ്സാണ് ഇതിൽ കൂടുതലായിട്ട് ഇതിൽ വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ആ ഒരു ടേംസ് ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ, സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്ന ഒരു ടേംസിനെ മാത്രം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോർമലി നമ്മൾ ജനറേറ്റ് ചെയ്ത പവറിനെ ട്രാൻസ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതിന് പകരം ജനറേഷനെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതാണ് ആ ടേം ഉദ്ദേശിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ജനറേഷൻ, ജനറേറ്റ് ചെയ്തതിനെ നേരെ എന്ത് ചെയ്യാണ്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. പിന്നെ സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയുന്നതാണ്. സ്മാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്, എൻ്റയർലി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെയുള്ള ടെക്നോളജീസിനെ നമ്മൾ എന്ത് ചെയ്യുക, പവർ സിസ്റ്റത്തിലും നമ്മൾ എംപ്ലോയ് ചെയ്യുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഗ്രിഡാണ്, പവർ ഗ്രിഡിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്മാർട്ട് ഗ്രിഡ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ടേം. നമ്മൾ ആ ഒരു ഹെഡിങ് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിനുശേഷം വി വിൽ ബി ഗോയിങ് ടു ദിസ് വാട്ട് ഈസ് ആൻ ഇലക്ട്രിക്കൽ ഗ്രിഡ്. You can say an electrical grid is a network of synchronized power providers. Synchronized. What is this term? Synchronized എന്ന് പറയുമ്പം എല്ലാ പവർ പ്രൊവൈഡേഴ്സും ഒരേ ഫ്രീക്വൻസിയിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലേ? സിങ്ക്രോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്ന അതിൽ നിന്ന് വരുന്നതാണ്. എല്ലാ മെഷീൻസും ജനറേറ്റേഴ്സും ഒക്കെ ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഒരേ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യുന്നത്, പവർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ സിങ്ക്രോണസ് സ്പീഡിലാണെങ്കിൽ ഫ്രീക്വൻസി സെയിം ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസി സെയിം ആയിക്കൊണ്ടുള്ള ഒരേ ഫ്രീക്വൻസി ആയിട്ടുള്ള സിങ്ക്രോണൈസ്ഡ് ആയിട്ടുള്ള പവർ പല പ്രൊവൈഡേഴ്സ്, പല പവറിനെ പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനീസ് ഉണ്ടാവാം, അല്ലേ? അതിൻ്റെയൊക്കെ കൂടെ ഒരു എന്താണ്, നെറ്റ്വർക്കാണ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഗ്രിഡ് എന്ന് പറയാം. ഇവർ പവർ പ്രൊവൈഡേഴ്സ് മാത്രമല്ല, അപ്പോൾ ഇതിൽ രണ്ട് ആൾക്കാർ വരാം. ഒന്ന് പവർ പ്രൊവൈഡേഴ്സ് വരാം, മറ്റൊന്നാൾ എന്താണ്, കൺസ്യൂമേഴ്സാണ്. നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിക്കൽ ഗ്രിഡ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മളൊരു ഇലക്ട്രിക്കൽ ഗ്രിഡ് എന്ന് പറയുക, വിച്ച് ആർ കണക്റ്റഡ് ബൈ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ വൺ ഓർ മോർ കൺട്രോൾ സെൻറ്റേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണ്. ഹിയർ വി ക്യാൻ സേ ജനറേറ്റിംഗ് സ്റ്റേഷൻ. ദിസ് ഈസ് എ ജനറേറ്റിംഗ് സ്റ്റേഷൻ. ഇവിടെ ജനറേറ്റർ ആണ്, പവറിനെ ജനറേറ്റ് ചെയ്യുന്നതാണ്. ജനറേറ്റിംഗ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് അടുത്തതായിട്ട്. ജനറേറ്റർ കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ദെൻ ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ലൈൻസ് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ വിത്ത് ടവർ, ദിസ് ടൈപ്പ് ഓഫ് ടവേഴ്സ് വരുന്നത് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. ദർ മേ ബി സം ട്രാൻസ്മിഷൻ കസ്റ്റമേഴ്സ്. ഇനി അവിടെ അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ സാധാരണ നടക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 132 kV, അല്ലെ, 220 kV, 400 kV ആൻഡ് 765 kV ഓർ 800 kV. നോർമലി 765 kV ആണ് നമ്മൾ ഹയസ്റ്റ് ട്രാൻസ്മിഷൻ വോൾട്ടേജ് ലെവലായിട്ട് പറയാറ്. അതിനെ ആ ഒരു ലെവലിനെ നമ്മൾ വിളിക്കുന്നത് EHV എന്നാണ്. EHV, അല്ലെ, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് AC ആണ്, EHV AC. ഇനി അത് ദർ മേ ബി ട്രാൻസ്മിഷൻ DC ട്രാൻസ്മിഷൻ ഓൾസോ. നിങ്ങൾ HVDC നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. HVDC ലൈൻസ് 500 പ്ലസ് ഓർ മൈനസ് 1500 kV വരെ ഇപ്പോൾ ഉണ്ടത്. നമ്മൾ നോർമലി പറയുന്നത് 500 kV പ്ലസ് ഓർ മൈനസ് 500 kV എന്നാണ് പറയുക. അപ്പം ആദ്യം ജനറേഷനാണ്, ജനറേറ്റിംഗ് സ്റ്റേഷൻ, ജനറേറ്റേഴ്സ്, പിന്നീട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ആ പവറിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്തതിന് ശേഷം ട്രാൻസ്മിഷൻ ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ദർ മേ ബി സം ട്രാൻസ്മിഷൻ കസ്റ്റമേഴ്സ്. ദെൻ ദർ ഈസ് സബ്സ്റ്റേഷൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ പവറിനെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്താണ്, ദിസ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ സൈഡ്. ഡിസ്ട്രിബ്യൂഷനിൽ സബ് ട്രാൻസ്മിഷൻ കസ്റ്റമർ, അതായത് നമ്മൾ ഇതിനെ 33 kV സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്.
അല്ലെങ്കിൽ 11 kV ബാർ 6 kV പ്രൈമറി കസ്റ്റമർ, സെക്കൻഡറി കസ്റ്റമർ അപ് ടു 400 വോൾട്ട് നമ്മൾ 3 ഫേസ് ആണെങ്കിൽ, അതിൽ നിന്ന് പിന്നെയും നമ്മൾ കുറച്ചിട്ട് 230 വോൾട്ട് വരെ നമ്മളെ സിംഗിൾ ഫേസ് കൊടുക്കുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ് സെക്കൻഡറി കസ്റ്റമേഴ്സിൽ തന്നെ വരാം. അപ്പം ഇവിടെ നമുക്ക് 3 കളറിൽ കൊടുത്തിരിക്കുന്നത്, റെഡിലാണെങ്കിൽ അത് ജനറേഷൻ സൈഡാണ് അല്ലേ, ബ്ലൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ട്രാൻസ്മിഷൻ സൈഡാണ്, പിന്നീട് ഗ്രീൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ സൈഡാണ്, ബ്ലാക്ക് ആയിട്ടുള്ളത് അതിലുള്ള കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ അത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഗ്രിഡ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു ജനറേഷൻ്റെ ഒരു പവർ പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു പവർ ട്രാൻസ്മിഷൻ അപ് ടു ഫ്രം ജനറേറ്റർ ടു കസ്റ്റമർ വരെയുള്ള ഒരു പാത്തിനെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഇതേപോലത്തെ ഒരു മോർ ദാൻ ഇതേപോലത്തെ ഒരു പവർ പ്രൊവൈഡേഴ്സിന്റെ എല്ലാം കൂടെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്താ പറയുക ഒരു ഇലക്ട്രിക്കൽ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ ഗ്രിഡ് ഇതൊക്കെ കൂടെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ്, ഇതൊക്കെ കൂടെ കൂടിയിരിക്കുന്നതാണ് ഇത് ഒരു ഇലക്ട്രിക്കൽ ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നൗ ആ ഇലക്ട്രിക്കൽ ഗ്രിഡിലുള്ള കമ്പോണൻസ് നമ്മൾ കണ്ടു. റെഡായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്നത് ജനറേഷൻ സൈഡാണ്. വി ക്യാൻ സേ ജനറേഷൻ side. So first one is generation അല്ലേ. അതിൽ നമുക്ക് മെയിൻലി നമുക്കുള്ള ജനറേറ്റിംഗ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത് തെർമൽ, ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ തെർമൽ സ്റ്റേഷൻസ് ആണ്, ഹൈഡ്രോ ഇലക്ട്രിക് സ്റ്റേഷൻസ് ആണ്, പിന്നീട് ന്യൂക്ലിയർ സ്റ്റേഷൻസ് ആണ്. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളാണ്, പവർ ജനറേഷൻ ആണ്. RES എന്ന് പറയുന്ന റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. അല്ല, ഇത്രയാണ് നമ്മൾ ജനറേഷന് വേണ്ടി ഇപ്പോൾ നമുക്ക് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുമ്പോൾ വിൻഡ്, പിന്നെ ടൈഡൽ, അതേപോലെ സോളാർ, ജിയോ തെർമൽ പോലെയുള്ള റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസും നമ്മൾ ഇപ്പോൾ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടിയിട്ടുള്ളതാണ് നമ്മളെന്ത് അത്രയും ആണ് ജനറേഷൻ സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്മിഷനിൽ നോർമലി ഒന്നുകിൽ HVAC, ഏറ്റവും കോമൺ ആയിട്ട് HVAC ആണ്. നൗഡേയ്സ് നമ്മൾ HVDCയും യൂസ് ചെയ്യാറുണ്ട്, അതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ AC ഡിസ്ട്രിബ്യൂഷൻ, AC ആവശ്യമുള്ള ലോഡുകളാണെങ്കിൽ കസ്റ്റമേഴ്സിന് AC ആൻഡ് DC ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി ദർ. ഇനി ഈ കസ്റ്റമേഴ്സിലെ കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയൽ ആവാം, കൊമേഴ്സ്യൽ കൺസ്യൂമേഴ്സ് ആവാം, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ആവാം. നമ്മളെപ്പോലെയുള്ള വീടുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്. ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സം കൊമേഴ്സ്യൽ ഷോപ്സ് ആൻഡ് ഓൾ, ഇതിൽ നമ്മൾ കൊമേഴ്സ്യൽ കൺസ്യൂമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ, ഒരു പവർ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ വെർട്ടിക്കൽ സ്ട്രക്ചർ എന്ന് പറയും. വെർട്ടിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്രം ജനറേഷൻ ആണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ടു ട്രാൻസ്മിഷൻ കഴിഞ്ഞാൽ അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ ലാസ്റ്റ് ആണ് അതിൽ കൺസ്യൂമേഴ്സ് വരിക. എന്ന് വെച്ചാൽ ഫ്രം ദാറ്റ് ജനറേഷൻ ടു കൺസ്യൂമേഴ്സ് ഒരൊറ്റ ഡയറക്ഷനിലുള്ള പവർ ഫ്ലോയെ നമുക്ക് ഈ ഒരു നോർമലി ഉള്ള നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ ഗ്രിഡിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് നമ്മൾ ഒരിക്കലും തിരിച്ച് നമുക്ക് എന്തില്ല, കൺസ്യൂമേഴ്സിൽ നിന്ന് ജനറേഷന്റെ സൈഡിലേക്കുള്ള ഒരു ഫ്ലോ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഹിയർ ഫ്രം ദി ജനറേഷൻ ടു കൺസ്യൂമേഴ്സ് ദർ ഇസ് എ പവർ ഫ്ലോ വി ക്യാൻ സീ ലൈക്ക് ദിസ്. ഇതേപോലെയുള്ള ഒരു പവർ ഫ്ലോ ആണ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നത്. അതിന് നമ്മൾ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചർ ഓഫ് പവർ ഫ്ലോ എന്നുള്ള രീതിയിലാണ് അതിനെ പറയുന്നത്. ഇനി നമ്മുടെ പവർ ഗ്രിഡ്, അതായത് മൊത്തത്തിലുള്ള നമ്മുടെ ഒരു ഇലക്ട്രിസിറ്റിയുടെ, ഇലക്ട്രിക്കൽ എനർജിയുടെ, ഇലക്ട്രിക്കൽ പവറിൻ്റെ ഒരു ഹിസ്റ്ററി ഓഫ് ഇലക്ട്രിക്കൽ പവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയുന്നതാണ്. ഫസ്റ്റ് ഇതിനെ കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ഇതിൻ്റെ ഒരു ഫാദർ ഓഫ് DC എന്ന് പറയുന്നത് തോമസ് ആൽവ എഡിസൺ. ആദ്യമായിട്ട് ഒരു DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എംപ്ലോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് എഡിസൺ ആണ്. അതിനുശേഷം പിന്നീട് ടെസ്ലയാണ് ശരിക്കും AC ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു AC സിസ്റ്റം, ആൾട്ടർനേറ്റിംഗ് കറണ്ട് സിസ്റ്റംസിൻ്റെ ഒരു തുടങ്ങുന്ന ആള് ടെസ്ലയാണ്. പിന്നെ അപ്പോൾ ഇവർ തമ്മിൽ ആക്ച്വലി ആ ഒരു സമയത്ത് ദർ ഇസ് എ ഫൈറ്റ് ബിറ്റ്വീൻ ദീസ് ടു. ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് പോലെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ AC വേഴ്സസ് DC എന്ന് പറയുന്നത്. പിന്നെ കാരണം എഡിസൺ ആണ് തുടങ്ങിയത്, DC-യിലാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് AC വരുന്നത്, നിക്കോളാസ് ടെസ്ല ഈ എഡിസന്റെ ഒരു കമ്പനിയിലെ ഒരു എംപ്ലോയർ ആയിരുന്നു ആക്ച്വലി. പിന്നീട് ഇവർ തമ്മിലൊരു ഇഷ്യൂ വരികയാണ്. ദെൻ പക്ഷെ എന്ത് ചെയ്യാണ്, AC ഈസ് ഹാവിങ് സോ മെനി അഡ്വാൻറ്റേജസ് ഓവർ DC അല്ല. അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലോങ് ഡിസ്റ്റൻസ് AC ഡിസ്ട്രിബ്യൂഷൻ വേർ കൊമേഴ്സ്യലൈസ്ഡ് എഗെയിൻസ്റ്റ്
എഡിസൺ ഷോർട്ട് ഡിസ്റ്റൻസ്. അത് എഡിസൺ വളരെ ചെറിയ ഒരു ദൂരത്തേക്ക് മാത്രമേ ഈ ഒരു DC ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എഡിസൺ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അതേസമയം ടെസ്ലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റി, ലോങ് ഡിസ്റ്റൻസിൽ ഈ AC ഡിസ്ട്രിബ്യൂഷനെ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവർക്കൊരു ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. AC വോൺ ദി ഡേ ഡ്യൂ ടു ലോവർ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻലി കോസ്റ്റ് വളരെ കുറവായിരുന്നു, എഫിഷ്യൻസി വളരെ കൂടുതലായിരുന്നു ഫോർ ഡിസ്ട്രിബ്യൂട്ടിങ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. കൂടുതൽ ഡിസ്റ്റൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് AC ആണ് എന്ത് ചെയ്യുന്നത് ആ ഒരു സമയത്ത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സിസ്റ്റംസിലൊക്കെ AC തന്നെയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു ഡൊമിനൻസ് ഈസ് ഓൾവേസ് ഫോർ AC-ക്കാണ്. പക്ഷേ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നത് എപ്പോഴും DC-യിലാണ്. പിന്നീട് അത് AC-യിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി പറയുന്നത് ആഡം ബെക്ക് എന്ന് പറയുന്നത് കാനഡയിൽ ഉള്ള ഒരു പിന്നെ പൊളിറ്റീഷ്യൻ ആയിരുന്നു. ആക്ച്വലി ഹീസ് ഫാദർ ഓഫ് ഒണ്ടാരിയോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്ലേസ് ആണ്, അവിടുത്തെ ഒരു ഇലക്ട്രിക്കൽ പവർ സിസ്റ്റത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അതായത് ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഡം ബെക്കാണ് പബ്ലിക്കലി ഒരു പവർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു പവർ ഗ്രിഡ് എന്നൊക്കെ പറയുന്ന, ഇലക്ട്രിക്കൽ ഗ്രിഡ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ്, നമുക്ക് പബ്ലിക്കിന് വേണ്ടി ഇലക്ട്രിസിറ്റി ചെയ്യാം. മറ്റേത് അതുവരെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്മോൾ പർപ്പസിന് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തിരുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ, കുറച്ച് പേർക്ക് വേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതേസമയം ഇതിനൊരു സെൻട്രലൈസ്ഡ് ആയിക്കൊണ്ട് ഒരു ടൈപ്പ് ഓഫ് പബ്ലിക്കിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു പവർ ജനറേഷനെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആഡം ബെക്കാണ്. പബ്ലിക്കലി ഓൺഡ് പവർ അറ്റ് കോസ്റ്റ് ടു ദി പീപ്പിൾ എന്ന് വെച്ചാൽ പവറിന്റെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഈ പബ്ലിക്കിന് തന്നെയാണ്. ആൻഡ് അതിന്റെ കോസ്റ്റ് അവർ തന്നെ എടുക്കുക എന്നുള്ളതല്ല, അവരെത്ര കൺസ്യൂം ചെയ്യുന്നു അതിനനുസരിച്ച് കോസ്റ്റ് എടുക്കുക എന്നുള്ള ഒരു കണ്ടീഷനിലാണ്. ഹി ബിൽറ്റ് ദി പവർ സിസ്റ്റം വിത്ത് ഗവൺമെന്റ് ഡെപ്റ്റ്. അതായത് ഗവൺമെന്റ് ആണ് എന്ത് ചെയ്യുന്നത് എപ്പോഴും ഈ ഇതിനു വേണ്ടി പൈസ മുടക്കുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതെന്ത് ചെയ്യാണ്, പിന്നീട് കസ്റ്റമേഴ്സ് ഇത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ദേ ആർ പേയിങ് ബാക്ക് ഓവർ ദി ലൈഫ് ടൈം ഓഫ് അസറ്റ്സ്. പിന്നീട് അത് പേ ബാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇനി നമ്മളൊരു ഇന്ത്യൻ നാഷണൽ ഗ്രിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ രാജ്യത്തുള്ള ഇന്ത്യയിലുള്ള ഒരു ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ റീജിയണൽ ആയിട്ടുള്ള ബേസിസ്, അതായത് ഓരോ സ്റ്റേറ്റിലും ഒക്കെയുള്ള ഒരു റീജിയൺ ആയിട്ടുള്ള ഒരു ഗ്രിഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിനെ എന്ത് ചെയ്യാണ്, സ്റ്റേറ്റ് ഗ്രിഡ്സ് വർ ഇന്റർ കണക്റ്റഡ് ടു ഫോം റീജിയണൽ. അതായത് ആദ്യം തുടങ്ങുന്നത് സ്റ്റേറ്റ് ഗ്രിഡാണ്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ KCB പോലെയുള്ള, അതിന് നമുക്കൊരു എന്താണ്, കേരളത്തിലുള്ള പവർ ട്രാൻസ്മിഷനെ കൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും എന്താണ്, പവറിന്റെ ഡിസ്ട്രിബ്യൂഷനെ അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് KCB ആണ്. പക്ഷേ ഇതിന് പല റീജിയൻസിലേക്കാണ്, ആ സ്റ്റേറ്റ് ഗ്രിഡ്സ് ചേർന്നിട്ട് റീജിയണൽ ഗ്രിഡ്സ് ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യയിലാണ്, അപ്പോൾ സദേൺ ഗ്രിഡ് ആയിട്ട് മാറുകയാണ്. ഇതേപോലെ തുടക്കത്തിൽ 5 റീജിയൻസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നോർത്തേൺ, ഈസ്റ്റേൺ, വെസ്റ്റേൺ, നോർത്ത് ഈസ്റ്റേൺ ആൻഡ് സദേൺ റീജിയൻസ്. അപ്പോൾ ഇത്രയും റീജിയൻസ് ആയിരുന്നു തുടക്കത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? നോർത്തേൺ, ഈസ്റ്റേൺ, വെസ്റ്റേൺ, നോർത്ത് ഈസ്റ്റേൺ ആൻഡ് സദേൺ റീജിയൻസ്. പിന്നീട് 1991 ഒക്ടോബറിൽ ഇതിലുള്ള നോർത്ത് ഈസ്റ്റേണും ഈസ്റ്റേൺ ഗ്രിഡ്സും തമ്മിൽ ഒരു കണക്ഷൻ വരികയാണ്. അപ്പോൾ ഇതൊക്കെ അതുവരെ അത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓരോ ഗ്രിഡുകളായിരുന്നു. ഈ ഓരോ നോർത്ത് സൈഡിലുള്ള നോർത്തേണും ഈസ്റ്റ് സൈഡിലുള്ള സ്റ്റേറ്റ് ഒക്കെ കൂടെ കൂടിയിട്ട് ഈസ്റ്റേൺ ഗ്രിഡും, വെസ്റ്റ് സൈഡിലുള്ള സ്റ്റേറ്റ് കൂടിയിട്ട് വെസ്റ്റേൺ, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളൊക്കെ കൂടിയിട്ട് നോർത്ത് ഈസ്റ്റേണും, അതേപോലെ സൗത്ത് ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾ കൂടി സദേൺ റീജിയൻ. ഇത് ഓരോന്നും ഇൻഡിപെൻഡന്റ് ആയിരുന്നു. 1991 നോർത്ത് ഈസ്റ്റേണും ഈസ്റ്റേൺ ഗ്രിഡ്സും തമ്മിലൊരു കണക്ഷൻ വരികയാണ്. അതിനുശേഷം 2003 വെസ്റ്റ് റീജിയനും അതേപോലെ നേരത്തെ ഓൾറെഡി കണക്ട് ചെയ്തിരിക്കുന്ന ഈസ്റ്റ് റീജിയൻ ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയനും തമ്മിലൊരു ഇന്റർ കണക്ഷൻ. അപ്പോൾ അത് തമ്മിലൊരു ഇന്റർ കണക്ഷൻ വന്നു. നമ്മളെ വെസ്റ്റ് ബംഗാൾ ആ സൈഡിൽ നോർത്ത് ഈസ്റ്റ് റീജിയൻസും അതേപോലെ ഈസ്റ്റിലുള്ള സ്റ്റേറ്റുകളെല്ലാം കൂടെ തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ വരികയാണ് ചെയ്യുന്നത്. പിന്നീട് ഓഗസ്റ്റ് 2006 നോർത്തും ഈസ്റ്റ് ഗ്രിഡ്സ് വേർ ഇന്റർ കണക്റ്റഡ് ദർ ബൈ 4 റീജിയണൽ ഗ്രിഡ്സ്. അതായത് ഇത് നേരത്തെ കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊക്കെ, വെസ്റ്റേണും ഈസ്റ്റേണും നോർത്ത് ഈസ്റ്റേണും തമ്മിൽ ഓൾറെഡി കണക്റ്റഡ് ആണ്. അതിന്റെ കൂടെ നോർത്തേൺ റീജിയൻ കൂടെ എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ഈ 4 റീജിയൻസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ദേ ആർ സിങ്ക്രോണസ്ലി കണക്റ്റഡ്, ഫോമിംഗ് സെൻട്രൽ ഗ്രിഡ് ഓപ്പറേറ്റിംഗ് അറ്റ് വാട്ട് ഫ്രീക്വൻസി.
അല്ല, ഇത് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത് സിങ്ക്രണൈസ് ചെയ്യപ്പെടുകയാണ്, എല്ലാം ഒരൊറ്റ ഫ്രീക്വൻസിയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. 2013 അതായത് ഇറ്റ് ഇസ് വെരി നിയർ, ഇപ്പോൾ അടുത്താണ് എന്ത് ചെയ്യുന്നത്, സദേൺ റീജിയൻസ് ഈ സെൻട്രൽ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നത് വിത്ത് കമ്മീഷനിങ് ഓഫ് 765 kV റായ്ചൂർ സോളാപൂർ ട്രാൻസ്മിഷൻ ലൈൻ. ഈ ഒരു ലൈൻ വന്നതോടുകൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബാക്കി ഉണ്ടായിരുന്ന സദേൺ റീജിയൻ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് മൊത്തത്തിലൊരു 1 നാഷൻ 1 ഗ്രിഡ് 1 ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് സദേൺ റീജിയൻ കൂടെ ഇതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തപ്പോഴാണ്. നൗ വിൽ ബി മൂവിങ് ടു ഇമ്പാക്ട് ഓഫ് ഇലക്ട്രിക്കൽ ഗ്രിഡ്. എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. ഗ്ലോബൽ ഡിമാൻഡ്, ഈ എനർജി ഡിമാൻഡ് ഓരോ വർഷവും കൂടുകയാണ്. 2040 അത് ഒരു 25% എനർജി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. 2040 മൊത്തം എനർജി ഡിമാൻഡ്, വേൾഡിലുള്ള എനർജി ഡിമാൻഡിന്റെ 45% വിൽ ബി കോൺട്രിബ്യൂട്ടഡ് ബൈ ഇന്ത്യ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമുക്കറിയാം ഇന്ത്യയും ചൈനയുമാണ് ലാർജസ്റ്റ് ഇൻക്രീസ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ആൻഡ് ദി നെക്സ്റ്റ് അബൌട്ട് ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റുകളും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ലെക്ചറിൽ പറയാം. താങ്ക് യു.